നമ്മുടെ ഒറിജിൻ ശരിക്കും ഇറാനാണ്, സൗത്ത് ഇന്ത്യൻസിന്റെ. ഇറാനിൽ നിന്ന് വരുന്നു, ഈ പറയുന്ന സൈഡിൽ വരുന്നു. പിന്നെ ആര്യൻസ് നോർത്ത് സൈഡിലോട്ടുള്ള അവരുടെ കടന്നേറ്റം കാരണം നമ്മൾ സൗത്ത് ഇന്ത്യൻ എന്നുള്ള നമ്മുടെ ഒറിജിൻ ബ്ലാക്ക് സ്കിന്നുള്ളവർ താഴത്തോട്ട് വരുന്നു, സൗത്ത് ഇന്ത്യയിൽ സെറ്റിലാവുന്നു. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ചിലവരെ കണ്ടിട്ടുണ്ട് ഭയങ്കര വെളുത്തിട്ട്, അവർ ഇന്ത്യോ ആര്യൻസാണ്. ഇങ്ങനെ കുറേ ഹിസ്റ്ററി ഉണ്ട് ഞാൻ പറയില്ല. നമ്മൾ ദ്രവീഡിയൻസ് ആണ്. ഇതൊക്കെ നമ്മുടെ വംശം നോക്കുകയാണെങ്കിൽ അങ്ങനെ കുറേ സംഭവമുണ്ട്. തമിഴ്നാട്ടിലാണ് ഈ ദ്രവീഡിയൻ്റെ വികാരം കൂടുതലുള്ളത്. കാരണം അവരുടെ പാർട്ടിയുടെ പേരുണ്ടല്ലോ DMK, അതിന്റെ ഫുൾ ദ്രാവിഡ മുന്നേറ്റ ഘടകം എന്നൊക്കെയാണ്. അത് നമ്മളും നമ്മുടെ ഭാഷ ദ്രാവിഡ ഭാഷയാണ്. മലയാളം, തമിഴ്, കന്നഡ എന്നൊക്കെ പറഞ്ഞാൽ ദ്രവീഡിയൻ ലാംഗ്വേജാണ്. അങ്ങനെ കുറെ സംഭവമൊക്കെ ഉണ്ട്. ഇതൊക്കെ എനിക്ക് ഭയങ്കര പുതിയ അറിവാണ്. ചിലപ്പോൾ വായിക്കുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും ഇങ്ങനത്തെ മേഖലയൊക്കെ. ഹിസ്റ്ററി വായിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ നോക്കും. എനിക്കൊന്ന് നമ്മൾക്ക് ഇവിടുന്ന് നമ്മൾ ചെന്നൈ അല്ലെങ്കിൽ ബാംഗ്ലൂർ, ഇപ്പം ഡൽഹിക്കൊക്കെ ജോലി അന്വേഷിച്ച് പോയി അല്ലെങ്കിൽ അങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്ന ആളുകൾ അന്ന് പോയത് കറാച്ചി പോലെ സ്ഥലങ്ങളിൽ. പാകിസ്ഥാൻ ഇല്ലല്ലോ, വിഭജനം നടക്കുന്നൊന്നും സ്വപ്നത്തിൽ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ കുറെ പേര് ഇവിടെ ഫാമിലിയുള്ളവരൊക്കെ തിരിച്ചു വന്നു, കുറെ പേര് അവിടെ തന്നെ നിന്നു. അങ്ങനെ അവരുടെ ഒറിജിൻസ് ഒക്കെ പലപ്പോഴും റിലേറ്റീവ്സ് ഒക്കെ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും, നമുക്ക് അറിയാത്തായിരിക്കും. ഇപ്പോഴും ഉണ്ടല്ലോ, ഇപ്പോഴും പാകിസ്ഥാനികൾ കല്യാണം കഴിച്ച ആൾക്കാരുണ്ടല്ലോ. അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷൻ നടക്കുന്നതിന് മുമ്പ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബോർഡറൊക്കെ ക്രോസ് ചെയ്ത് പോകുന്ന. ഇപ്പൊ കുറച്ചുകൂടെ കലുഷിതമായതിനു ശേഷമാണ് നമുക്ക് ഇതൊക്കെ ഒരു അത്ഭുതം അങ്ങനെ ഉണ്ടോ എന്ന് തോന്നണേ. അല്ലെങ്കിൽ അടുത്ത രാജ്യത്തെ ആള് ഇവിടെ കല്യാണം കഴിക്കുന്നു, അതൊക്കെ നോർമലാണ്. ഇപ്പൊ ഞാൻ പോയ പോലെ അവിടെ സ്ഥിരം ബോർഡർ ക്രോസ് ചെയ്ത് സിഖുകാർ പോകുന്നുണ്ട് തീർത്ഥാടനത്തിന്. ഇപ്പൊ നമ്മളിതൊന്നും കാണുന്നില്ല. എല്ലാവരും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരെയൊക്കെ ചെയ്യുന്നുണ്ട്. അത് റിലീജിയസ് എന്ന് വെച്ചാൽ അപ്പുറം സൈഡ് പഞ്ചാബ് തന്നെയാണല്ലോ. പഞ്ചാബ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ സൈഡും ലാഹോറൊക്കെ ഇരിക്കുന്നത് പഞ്ചാബ് എന്ന് തന്നെയാണ് പറയുന്നത് അവര്. നമ്മുടെ സൈഡും പഞ്ചാബ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടക്കാണുള്ള ഈ അതിർത്തി വന്നേക്കണം. അപ്പോൾ കുറേ ഗുരുദ്വാരകളൊക്കെ അപ്പുറത്തായിപ്പോയി. ഇപ്പം ഇന്ത്യയിൽ നിൽക്കുന്ന സിഖുകാർക്ക് അവിടെ പോവാം. അവർക്ക് പ്രത്യേകിച്ച് വിസ അടിക്കാതെ നേരെ പോവാം, അവർക്ക് പെട്ടെന്ന് വിസ കിട്ടും. തീർത്ഥാടനത്തിന് പോയിട്ട് വരാൻ പറ്റും. ഇപ്പോഴും ഓപ്പണാണ്. ഇപ്പോൾ അവർക്ക് മാത്രം ഓപ്പണാണ്, ബാക്കിയൊക്കെ ക്ലോസ്ഡ് ആണ്. തീർത്ഥാടകർക്ക് ഇപ്പോഴും പോവാം. ഈ പഹൽഗാം കഴിഞ്ഞിട്ടും ഇപ്പോൾ ഓപ്പണാണ് ആണല്ലേ, അവർക്ക് ഇപ്പോഴും പോവാം. എനിക്ക് ഇനിയിപ്പം ഒരാൾക്ക് പോവാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ശ്രമകരമായിട്ടുള്ള ഇപ്പൊ പാടായിരിക്കും. ഇനിയിപ്പോ വിസയൊക്കെ കിട്ടുമെന്നറിയില്ല. ഇനി പോയാലും ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ആയിരിക്കും. പിന്നെ അവിടെ ഉള്ളവരെങ്ങനെ എടുക്കുമെന്നൊന്നും അറിയത്തില്ല, പെരുമാറുന്നും. പണ്ട് ഞാൻ പോയ സമയത്ത് ഈ ഇപ്പൊ റീസെന്റ് ഉള്ള ഇഷ്യൂ ഇല്ലാത്തത് കൊണ്ട് കുറച്ച് സമാധാനം, കുറച്ച് വലിയ കുഴപ്പമില്ല. അവർക്ക് അത്ഭുതമായിരുന്നു, ഇന്ത്യയിൽ നിന്ന് വന്നോ. അവിടെ ചെല്ലു ചോദിക്കും, ഇന്ത്യയിൽ നിന്നാണ് നിങ്ങൾക്ക് എങ്ങനെ വിസ കിട്ടിയെന്നാണ് അവർ ചോദിക്കണം. അങ്ങനെ അത്ഭുതത്തോടെ ആണ് അവർക്ക് കാണണം. അവരെ ഇന്ത്യക്കാരെ അധികം കണ്ടിട്ടുണ്ടാവില്ലല്ലോ എന്തായാലും. അപ്പൊ അങ്ങനെ കുറെ ഉണ്ട്. ഇനി ഇപ്പൊ പോകുമ്പോ ചിലപ്പോ ഇനി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. അന്ന് പോയി കഴിഞ്ഞപ്പം ആരെങ്കിലും വന്ന് എന്തെങ്കിലും മോശമായിട്ടുള്ള സാധനങ്ങളൊക്കെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്ത്യ എന്ന് പറയുമ്പോൾ? അങ്ങനെ ഇന്ത്യ എന്ന് പറയുമ്പോൾ അങ്ങനെ ആരും മോശമായിട്ടൊന്നും അങ്ങനെ പറയുന്നില്ല. കൂടുതൽ പേരും ചായ വേണോ, ഭക്ഷണം കഴിച്ചിട്ടോ, ഭയങ്കര സ്നേഹമായിട്ടാണ് നമ്മളൊരു പെരുമാറിയിരുന്നത്. പിന്നെ ചിലവർക്ക് ഒരു ഇതുണ്ട്, ചിലവര് നമ്മളൊക്കെ ഇന്ത്യ എന്നാന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ പാകിസ്ഥാൻ സിന്ദാബാദ് ഇങ്ങനെ നമ്മളെടുത്ത് പറയും. ആയിക്കോട്ടെ ഏട്ടാ ശരി. അത് ചുമ്മാ ഒരു ഇത് അവരുടെ എഡ്യൂക്കേഷൻ്റെ ഇല്ലായ്മയായിരിക്കും അങ്ങനെ പറയും. നമ്മള് ഇപ്പൊ ഒരു പാകിസ്ഥാനിനൊക്കെ ഞാൻ സ്ഥിരം യാത്ര ചെയ്യുന്നുണ്ട്, ഹോസ്റ്റലുകൾ പാകിസ്ഥാനികളെ കാണാം. ഇപ്പൊ ഞാൻ ഫിലിപ്പീൻസ് പോയി, ഞാൻ പോയ ഹോസ്റ്റലിൽ 2 പേര് പാകിസ്ഥാനികളായിരുന്നു. അതും യുദ്ധം നടക്കുന്ന സമയത്ത്, ഈ ഇപ്പം എന്ന് വെച്ചാൽ ആ കറന്റ് സിറ്റുവേഷൻ നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞങ്ങൾ സംസാരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, അവര് എൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാം രാഷ്ട്രീയമല്ല ബ്രോ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ ആൾക്കാരെ നമ്മൾ അതിൻ്റെയൊക്കെ തന്നെ. എനിക്ക് തോന്നുന്നു പാകിസ്ഥാനിൽ ഇവിടെ ട്രീറ്റ്മെന്റിന് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ വരുന്നവരുണ്ട്. പിന്നെ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ മൊത്തം ഇന്ത്യയിലോട്ടാണ് ട്രീറ്റ്മെന്റ്. കാരണം ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഇവർക്ക് ചികിത്സ കിട്ടുന്ന സ്ഥലമാണ് ഇന്ത്യ. പാകിസ്ഥാനി ആയാലും അഫ്ഗാൻ, ശ്രീലങ്ക, മാൽദീവ്സ്, ബംഗ്ലാദേശ്, ഈ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ട്രീറ്റ്മെൻറ്റിന് ഇന്ത്യയിലോട്ടാണ് വരുന്ന എല്ലാവരും. പക്ഷേ ഓരോരുത്തർക്കും പിന്നെ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണം ഓരോ രാജ്യങ്ങളിൽ ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പം എനിക്ക് കുറേ ഇത് വന്നായിരുന്നു, നിങ്ങൾ എന്തിനാണ് പാകിസ്ഥാനിൽ പോയത്, നമ്മുടെ ശത്രു രാജ്യമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം, ചിലർ ചീത്തകളി. ശത്രു രാജ്യം എന്ന് പറഞ്ഞാൽ കറൻ്റ്ലി ശത്രു രാജ്യമാണ്. ഭാവിയിൽ ചിലപ്പോൾ നമ്മളായിട്ട് കൂട്ടായ അപ്പോൾ ശത്രു രാജ്യം എവിടെ പോകും. ജിയോ പൊളിറ്റിക്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഇത്രയും നാളും ബംഗ്ലാദേശ് ഇന്ത്യ ഭയങ്കര കൂട്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പൊളിറ്റിക്സ് ചേഞ്ച് ആയപ്പോൾ അത് ഏതാണ്ട് ശത്രു രാജ്യം പോലെ തന്നെയായി. ഇപ്പം ഈ ഇടയ്ക്ക് ഡൽഹിയിൽ ബോംബ് പൊട്ടിയ കേസൊക്കെ എനിക്കാണ് അതിന് ബംഗ്ലാദേശിൽ നിന്ന് കണക്ഷൻ ഉണ്ട്.
ഓക്കെ. പാകിസ്ഥാനാണ് ഇതിന്റെ ബേസ് ശരിക്കും. ഇപ്പം നിലവിലെ കറന്റ് സിറ്റുവേഷനിൽ അവിടെ ഭരിക്കുന്ന ആള് നമുക്ക് എതിരാണ്. അതങ്ങനെ മാറിക്കൊണ്ടിരിക്കുക എന്തായാലും. ഇപ്പോൾ ഭാവിയിൽ ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അവിടുത്തെ പുതിയ ജനറേഷൻ വന്ന് അവിടുത്തെ ഭരണത്തിൽ വന്ന് അവർ ഇന്ത്യയായിട്ട് നല്ല ടൈപ്പിൽ പോകണം എന്ന് പറയുന്ന ഒരു ജനറേഷൻ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നേരെ തിരിയും. ഇതൊക്കെ മാറും. ശത്രുരാജ്യം ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഒന്നുമില്ല എന്ന് വെച്ചാൽ കറന്റ് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ശത്രുരാജ്യം തന്നെയാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നത് ഇവരാണ്, പാകിസ്ഥാൻ. അത് അവിടുത്തെ പൊളിറ്റിക്സും. കാരണം അവിടെ ഒന്നാമത് ജനാധിപത്യ ഭരണമൊക്കെ അല്ലല്ലോ, മിലിറ്ററിയാണ്. അപ്പോൾ അവരുടെ താല്പര്യങ്ങളും പിന്നെ മറ്റ് ചില രാജ്യങ്ങൾ പാകിസ്ഥാൻ വെച്ച് ഇന്ത്യനെ ടാർഗറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറേ ഇത് പൊളിറ്റിക്സ് ഉണ്ട്, ജിയോ പൊളിറ്റിക്സ്, കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. തീരണം എന്ന് വിചാരിച്ചാലും തീർക്കാൻ അത് തീരത്തില്ല. ആയുധ കച്ചവടം ഇതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പരിപാടി നമ്മളതിലൊന്നുമല്ല, നമ്മളൊരു രാജ്യത്ത് പോകാൻ, സ്ഥലം കാണാൻ, കണ്ടിട്ട് വരാം എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. നമുക്കൊരു അവസരം കിട്ടി, നമ്മൾ പോയി. ഇനിയൊരു അവസരം കിട്ടുമെന്ന് പോലും അറിയത്തില്ല. ഇനി എത്ര പേര് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചാൻസ് കിട്ടി, നേരെ പോയി സ്ഥലം കണ്ട് തിരിച്ചു വന്നു. ഈ ആരെങ്കിലും ഇത് പോയതിനു ശേഷം മെസ്സേജ് അയച്ചോ എനിക്കും പോകാൻ താല്പര്യമുണ്ട് എന്താണെന്ന്? എത്ര പേര് ഇതെങ്ങനെ, എൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മെസ്സേജ് വരുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് എല്ലാവർക്കും പോകാൻ ആഗ്രഹമുണ്ട് ഈ സ്ഥലം. കാരണം നമുക്ക് ആക്സസ് ഇല്ലാത്ത സ്ഥലത്ത് പോകാനാണ് കൂടുതൽ. അന്റാർട്ടിക്ക പോകുമ്പോൾ ഇത്ര താല്പര്യം കാണാനില്ല. അത് എന്തെങ്കിലും പൈസ ഉണ്ടാക്കി എങ്ങനെയും പോകാന്ന് പറയും. ഇതാണ് നമുക്ക് അതാണ് അന്റാർട്ടിക്കക്ക് പോകാനേക്കാളും താല്പര്യം ആൾക്കാർക്ക് പാകിസ്ഥാൻ കാണണമെന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ ചരിത്രമായിട്ട് ബന്ധമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ കൂടുതലാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ഞാൻ ഒരുപാട് നെഗറ്റീവ് വരുമെന്ന് വിചാരിച്ചു. കാരണം ഒന്നാമത് ഇപ്പോൾ ഈ പഹൽഗാമിൻ്റെ പ്രശ്നം കാരണം ശേഷമാണ് ഞാൻ ആ വീഡിയോ ഇടുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഭയങ്കര ചീത്ത വിളിയായിരിക്കും. പക്ഷെ ചെറിയ രീതിയിലൊക്കെ ചെറിയ ഭീഷണിയും ചെറിയ ചീത്ത വിളിയും എന്ന് വെച്ചാൽ താരതമ്യം ഭയങ്കര കുറവാണ്. ഇപ്പം 100-ൽ 5 പേര് പോലും ചീത്ത വിളിച്ചില്ല. എല്ലാവരും പോസിറ്റീവായിട്ടാണ് എടുത്തത്. അപ്പോൾ പക്ഷേ എനിക്ക് ഇതിനേക്കാളും കൂടുതൽ തലവേദന ചെയ്ത് ഇസ്രായേലിൽ പോയപ്പോഴായിരുന്നു. ഇസ്രായേലിൽ ആ വീഡിയോ നിർത്തിക്കൊണ്ട് വന്നു. അത്രയും വെള്ളവും ചീത്തവും പ്രശ്നമായിരുന്നു. അതാ അന്ന് നമ്മളായിട്ടൊരു ബന്ധമില്ലായിരുന്നു. എനിക്ക് ചീത്തവിളി കൂടുമ്പോൾ റിട്ടൻഷൻ കൂടും, റവന്യൂ പാർട്ട് ഭയങ്കരമായിട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് വരുമാനം കൂടും. ചീത്ത വിളിക്കാനാണോ നല്ല പറയണമെന്നൊന്നും വിഷയമല്ല, നമ്മുടെ റവന്യൂ കൂടും. ഞാൻ ചില വ്ളോഗേഴ്സ് പറയുന്നുണ്ട് മാക്സിമം ഫേക്ക് ഐഡിയിൽ നിന്ന് നമ്മൾ തന്നെ വന്ന് തെറി വിളിക്കാനുള്ള സാധനമായിട്ട് കൊടുക്കുക, അതിന്റെ താഴെ ആൾക്കാർ പിടിച്ച് തൂങ്ങിക്കോളും. എത്രത്തോളം തെറിവിളി വരും അത്രത്തോളം റിട്ടൻഷൻ കേടും, ഞങ്ങൾക്ക് വരുമാനം കൂടുന്നു പറയുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട്, ചീത്ത വിളിച്ച് തന്നെ ഇവനെന്തോ പറ്റും. ഒന്നും ആർക്കും ഒന്നും സംഭവിക്കില്ല. അത് തിരിച്ചാണ് സംഭവിക്കണം. നമ്മൾ ഒരാളെ നേരിട്ട് പോയി ചീത്ത വിളിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കും, അടി കിടക്കുക. പിന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആരൊക്കെ ചീത്ത വിളിക്കുന്നുണ്ടോ അവൻ കയറി വരികയുള്ളൂ. അതെ അതെ, അവൻ ഫേമസ് ആവുള്ളൂ. ഇത് നേരെ തിരിച്ചേ സംഭവിക്കുള്ളൂ. ഇപ്പൊ കുറെ ആൾക്കാരുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ വൈറലായി വരുന്നത്, ഓരോ കോമഡിത്തരങ്ങൾ കാണിച്ചു വരുന്ന, അവരൊക്കെ ഭയങ്കര ഹിറ്റാ. എന്താ റീസൺ? ആൾക്കാരെ പോയിട്ട് ചീത്ത വിളിയുമ്പോഴും ഇവന്മാര് കയറും. സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് തിരിച്ചാണ്. ഇതിന്റെ പരിപാടി ആർക്കും അറിയത്തില്ലല്ലോ എങ്ങനെയാണ് ഇത്. എൻ്റെ അടുത്ത് വളരെ പ്രശസ്തനായ ഒരു ബ്ലോഗർ തന്നെയാ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ എന്റെ ഫേക്ക് ഐഡിയിൽ നിന്നിട്ട് ആരുടെയെങ്കിലും തള്ളക്കി വിളിക്കും തിരിച്ച്. ഇവന്മാര് മണ്ടന്മാര് എന്റെ ഇതിന്റെ അകത്തൊന്ന് തിരിച്ച് മറുപടിയായിട്ട് തെറി പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അവന്മാർ എത്രത്തോളം തെറി പറയണോ എനിക്ക് അത്രത്തോളം കാശ് കിട്ടുന്നു. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, കാണുന്നവർ ശ്രദ്ധിക്കുക. അങ്ങനെ കോമഡിയാണ് ഇതിന്റെ കാര്യം പറഞ്ഞാൽ ചിരിച്ചിരിച്ചാവും.